Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wa nashhadu anna Muhammadan abduhu wa rasuluh arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Fa inna khairal hadithi kitabullah wa khairal hadiyyi hadiyyu Muhammadin sallallahu alaihi wasallam wa syarral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Ayyuhan nas usikum ibadallah wa iyaya awwalam bitaqwallah wa aqimus salat wa atuz zakat wa la takunu minal musyrikin. Qala Allah ta'ala fi Qur'anihil Karim, qalu harriquhu wansuru alihatakum in kuntum fa'ilin. Sadaqallahul aliyyul azim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ്റെ ആദർശ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ചത്. ഒരു സത്യവിശ്വാസിയുടെ കുടുംബ ജീവിതം ഏത് രൂപത്തിലായിരിക്കണം എന്നതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ കുടുംബ ജീവിതം നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണെന്ന് ബോധ്യപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പഠിക്കുമ്പോൾ ശിർക്കിനെതിരെ ശക്തമായ പ്രബോധനം, ആശയ പ്രചാരണം നടത്തിയ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇറാഖിലാണ് അദ്ദേഹം ജനിച്ചത്.
ഇറാഖിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ശിർക്കൻ ആചാരങ്ങളെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്. ഷിർക്ക് എന്ന് പറയുന്നത് കേവലം ആത്മീയ രംഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു തിന്മയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അത് രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഷിർക്കിനെതിരെ ശബ്ദിക്കുവാൻ തീരുമാനിച്ചത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പദപ്രയോഗം ഇപ്രകാരമാണ്: ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അദീം. നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അത് കൊടിയ തിന്മയാണ്. സമാനതകൾ ഇല്ലാത്ത പാതകമാണ്. ഇത്ര വലിയ തിന്മയായിട്ട് അള്ളാഹു ഷിർക്കിനെ അവതരിപ്പിക്കുമ്പോൾ അത് കേവലം മതരംഗത്ത് അല്ലെങ്കിൽ ആചാര രംഗത്ത് മാത്രം പരിമിതമല്ല. ഈ ഷിർക്കിൻ്റെ കെടുതികളാണ് ഇന്ന് മനുഷ്യ സമൂഹം മൊത്തത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കൊച്ചുനാൾ മുതലേ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആരാധനാലയത്തിൽ പോയിരുന്നു. പിതാവാകട്ടെ അവിടുത്തെ മുഖ്യ പുരോഹിതനാണ്, വിഗ്രഹ ആരാധനയുടെ അറിയപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മുഖ്യ പുരോഹിതൻ അവിടെയുള്ള വലിയ വിഗ്രഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ട് ബാക്കിയുള്ളവരൊക്കെ മൗനമായി നിൽക്കുന്നു. മുഖ്യ പുരോഹിതനാകട്ടെ കണ്ണീരണിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ വിഗ്രഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കൊച്ചുകുട്ടി ഉറക്കെ ഒരു ചോദ്യം ചോദിച്ചു: അല്ലയോ മുഖ്യ പുരോഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിന്, ആ വിഗ്രഹത്തിന് ചെവി കേൾക്കില്ല എന്ന് താങ്കൾക്കറിയില്ലേ? ആസറിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് കുട്ടിയായ ഇബ്രാഹിം ഈ ചോദ്യം ചോദിച്ചത്. വളരെ തന്ത്രപരമായി ആസർ കുട്ടിയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ഒരു ദിവസം മാത്രമുണ്ടായ ഒരു ചോദ്യമല്ല. പല പ്രാവശ്യം ഈ അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ ആ സമൂഹത്തോട് കുട്ടിയായ ഇബ്രാഹിം ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി വലുതായി, ഒരു കൗമാര പ്രായം കഴിഞ്ഞു, യുവാവായി മാറി. അപ്പോഴൊന്നും അദ്ദേഹം പ്രവാചകനായിട്ടില്ല. ആ സന്ദർഭത്തിൽ ഗ്രാമത്തിലുള്ള ആളുകൾ മറ്റൊരു പ്രദേശത്തേക്ക് അവരുടേതായ ആവശ്യത്തിന് വേണ്ടി പോയ സന്ദർഭം, അവിടെയുള്ള വലിയ ആരാധനാലയത്തിൽ ഇബ്രാഹിം കയറുന്നു. തൻ്റെ കയ്യിൽ ഒരു കോടാലിയുണ്ട്. അത് തൻ്റെ കുടുംബവക, പിതാവിൻ്റെ കുടുംബവക ഒരു ദേവാലയമാണ്. അവിടെ കയറിയിട്ട് എല്ലാ വിഗ്രഹങ്ങളെയും തൻ്റെ കോടാലി കൊണ്ട് അദ്ദേഹം തച്ചുടയ്ക്കുന്നു. വലിയ ഒരു വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ആ കോടാലി ചാർത്തുന്നു. എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. ആ സന്ദർഭത്തിൽ കാണുന്ന കാഴ്ച എന്താണ്? വിഗ്രഹങ്ങളൊക്കെ തകർന്നു കിടക്കുന്നു. വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ മാത്രം കോടാലിയുണ്ട്. എല്ലാവരും പറഞ്ഞു, ഈ ഒരു പണി ചെയ്യണമെങ്കിൽ അത് ഇബ്രാഹിമാണ്. നമ്മുടെ ആരാധന രീതികളെ മൊത്തത്തിൽ വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിനെ വിളിപ്പിക്കുന്നു, ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കൂ, അതിൻ്റെ കഴുത്തിലാണല്ലോ കോടാലി കിടക്കുന്നത്.
എല്ലാവരും ഒരേ സ്വരത്തിൽ കൊടുത്ത ഉത്തരം എന്താണ്? നിനക്കറിയില്ലേ, അത് സംസാരിക്കില്ല. അപ്പൊ ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംസാരിക്കാത്ത, ഒന്നും കേൾക്കാത്ത? ഞാനിങ്ങനെ കോടാലി കൊണ്ട് തകർത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും സാധ്യമല്ലാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു? ആ ജനസമൂഹം കൊടുത്ത മറുപടി ഇതാണ്: ഖാലു മാ വജദ്ന അലൈഹി ആബാഅന. ഞങ്ങളുടെ കാർന്നോമാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു. ഇത് കൃത്യമായ ഒരു മറുപടിയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടിയല്ല, അതൊരു ഒഴിഞ്ഞുമാറലാണ്. ഈ കാലഘട്ടത്തിലും ഇത്തരം ആരാധനാ രീതികളൊക്കെ ചെയ്യുന്നവർ നമുക്ക് നൽകുന്ന മറുപടി ഇതാണ്: നിങ്ങൾ എന്തിനെ ഇങ്ങനെ ആരാധിക്കുന്നു? മുസ്ലിം സമുദായത്തിൽ ഇതുപോലെ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരും നൽകുന്ന മറുപടി എന്താണ്? ഇത് കാർന്നോമാരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു, ഞങ്ങളും ആ ഒരു പാരമ്പര്യത്തെ ഞങ്ങളും പിൻപറ്റുന്നു. ഈ സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാനിവിടെ ആയത്തുകൾ പാരായണം ചെയ്യാത്തത് അത്രയും സമയം ലാഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന ചരിത്ര സംഭവങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രശ്നമായിട്ട് മാറുന്നു. ആരാധനാ മേഖലയിൽ നടമാടിയ അഥവാ ആത്മീയ രംഗത്ത് നടമാടിയ ശിർക്കിനെതിരെ അദ്ദേഹം ധീരമായിട്ട് ശബ്ദിക്കുന്നു, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരിക്കൽ ഇപ്പൊ ഇറാഖിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സൂര്യൻ അവർക്ക് ദൈവമാണ്, ചന്ദ്രൻ അവർക്ക് ദൈവമാണ്, അതുപോലെ തന്നെ നിലാവ്, നക്ഷത്രങ്ങൾ എല്ലാം അവർക്ക് ദൈവങ്ങളാണ്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ ദൈവമാണ്. അദ്ദേഹം അഭിനയിക്കുകയാണ്. അതേപോലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ ദൈവമാണ്. അതുപോലെ സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ ദൈവമാണ്. എന്നിട്ട് സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി, നക്ഷത്രങ്ങളെയും ആരാധിക്കുവാൻ തുടങ്ങി, ചന്ദ്രനെയും ആരാധിക്കുവാൻ തുടങ്ങി. ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി. സൂറത്ത് അൻആമിലെ 77-ാമത്തെ ആയത്ത് മുതൽ ഈ സംഭവത്തെ നമുക്ക് വായിച്ചു പഠിക്കാൻ കഴിയും. പക്ഷേ നേരം വെളുത്തപ്പോൾ നിലാവ് കാണുവാനില്ല, നേരം വെളുത്തപ്പോൾ നക്ഷത്രങ്ങളെ കാണുവാനില്ല, നേരം വെളുത്തപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യനെയും കാണുവാനില്ല. അദ്ദേഹം ആ ജനത്തോട് തുറന്നു പറയുകയാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ. സൂറത്ത് അൻആമിലെ 79-ാമത്തെ ആയത്ത്. നിങ്ങൾ ഈ ആരാധിക്കുന്ന വസ്തുക്കളൊക്കെ പ്രകൃതി ശക്തികൾ മാത്രമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ്. ഞാൻ എൻ്റെ മുഖത്തെ സമർപ്പിക്കുന്നു. ഫതറ സമാവാതി വൽ അർള. ഈ മഹാപ്രപഞ്ചത്തെ ആരാണോ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അവനിൽ മാത്രം ഞാൻ എൻ്റെ മുഖത്തെ സമർപ്പിക്കുന്നു. വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ ഒരിക്കലും ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല. ജനങ്ങളെ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പണി ചെയ്യുന്നത് പ്രവാചകനായ ശേഷമാണ്. അപ്പോൾ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ചെറിയ പ്രായത്തിൽ തൊട്ടേ അദ്ദേഹം ചിന്തിക്കുന്നവനായിരുന്നു. ആരാധനാ രംഗത്ത് നടമാടിയിരുന്ന തിന്മയ്ക്കെതിരെ ശക്തമായി അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തൻ്റെ പിതാവായ ആസറിന്റെ അടുത്തേക്കാണ് പ്രവാചകനായ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത്. ഇത് ഖാല ഇബ്രാഹിമു ലി അബീഹി. തൻ്റെ പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതത്തഖിദു അസ്നാമൻ ആലിഹ. താങ്കൾ ആരാധിക്കുവാൻ വേണ്ടി വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയാണോ? ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ. താങ്കളെയും താങ്കളുടെ ജനസമൂഹത്തെയും വഴിപഴച്ചവരായി ഞാൻ കാണുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഒരു ശിർക്കിനെതിരെ മാത്രമാണോ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്? അല്ല, ഇത് ഒരു തരം ശിർക്കാണ്. ഇത് മാത്രമല്ല ശിർക്ക്. ശിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന് പറയുമ്പോൾ അത് ആത്മീയ രംഗത്ത് ആരാധനാ മേഖലയിൽ മാത്രം പരിമിതമല്ല. മറ്റൊരു തരം ശിർക്കിനെതിരെ ജീവിതം കൊണ്ട് അദ്ദേഹം പോരാടിയിട്ടുണ്ട്.
അതേതായിരുന്നു ആ ഷിർക്ക്? ദേഹേച്ഛ എന്ന് പറയുന്ന, തൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്ന ഒരു തരം ഷിർക്കാണ്. ആ ഷിർക്കിനെ നമ്മൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പുറമെ കാണുകയില്ല. ഇത്തരം സമ്പ്രദായങ്ങളെ നമുക്ക് പുറമെ കാണാം, വിഗ്രഹങ്ങളെ കാണാം, ഖബർ കെട്ടിപ്പൊക്കി ആരാധിക്കുന്ന അത്തരം ഖബർ പൂജകരെ നമുക്ക് പുറമെ കാണാം. പക്ഷെ ദേഹേച്ഛ എന്ന് പറയുന്നതിനെ നമുക്ക് പുറമെ കാണുവാൻ കഴിയില്ല, അതെന്റെ ഉള്ളിൽ വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. സ്വന്തം ഇച്ഛകളുടെ അടിമകളായ, സ്വന്തം താല്പര്യങ്ങളെ ദൈവങ്ങളായി സ്വീകരിച്ച ഒരു വിഭാഗത്തെ താങ്കൾ കണ്ടുവോ? അപ്പോ തൻ്റെ ഇച്ഛയെ, തൻ്റെ താല്പര്യത്തെ, തൻ്റെ ആഗ്രഹങ്ങളെ ഹവ അഥവാ ഇച്ഛ, ദേഹേച്ഛ എന്ന ഒരു പദപ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നു. അത് ദൈവമാണ്, ആലിഹ, അത് ദൈവമാണ് എന്നും അള്ളാഹു പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദേഹേച്ഛയ്ക്കെതിരെ ഏത് രൂപത്തിലാണ് പോരാടിയത്? തൻ്റെ മകനെ ബലിയറുക്കാൻ സന്നദ്ധനായിക്കൊണ്ട് ദേഹേച്ഛയ്ക്കെതിരെ ഉള്ള സമരത്തെ സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനെ കഠിനമായി സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ സ്നേഹമാണ് അള്ളാഹുവോടുള്ള നമ്മുടെ ഇബാദത്ത്, ശുക്ർ, ആ നന്ദി. അതാണ് ഇപ്പൊ സുബഹിക്ക് നമ്മെ എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവോടുള്ള സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. തൻ്റെ പ്രിയപ്പെട്ട ഇണ, തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രി വേണമെങ്കിലും അവർക്ക് വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും നമ്മളൊക്കെ സന്നദ്ധരാണ്. എന്താണ് കാരണം? നമ്മൾ അവരെ സ്നേഹിക്കുന്നു. നമ്മൾ ആ പ്രകടിപ്പിക്കുന്നത് പാതിരാത്രിയിൽ അവർ പറയുന്ന ഒരാവശ്യത്തെ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നത് അവരോടുള്ള പ്രണയം അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ്. പടച്ച തമ്പുരാന്റെ കൽപ്പനകളെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവോടുള്ള സ്നേഹം കൊണ്ടാണ്. എനിക്കെല്ലാം തന്ന് എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിനോടുള്ള ശുക്ർ, നന്ദി ബോധം, അതാണ് സ്നേഹം. അതുകൊണ്ട് ആ പടച്ചവൻ പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെ കഠിനമായി സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ദിക്ർ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം, നമ്മുടെ പ്രാർത്ഥനകൾ. അള്ളാഹുക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാൻ വേണ്ടി എന്തും ത്യജിക്കാനുള്ള നമ്മുടെ മനസ്സ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ അറുക്കാൻ കാണിച്ച മനസ്സതാണ്, ആ സ്നേഹമാണ്. അള്ളാഹ് പറഞ്ഞു, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. റബ്ബിൻ്റെ കൽപ്പന, അതിൻ്റെ ബുദ്ധിപരമായ ആശയത്തെ തൊട്ടൊന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിക്കുന്നേയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പൊ എൻ്റെ താല്പര്യങ്ങളും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളും ഏറ്റുമുട്ടുകയാണ്. എൻ്റെ താല്പര്യങ്ങൾക്കാണോ അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്കാണോ ഒന്നാം സ്ഥാനം? അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്കാണ്. എൻ്റെ താല്പര്യങ്ങൾക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നുവെങ്കിൽ അതാണ് ശിർക്ക്. അതാണ് അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു. തൻ്റെ ആഗ്രഹത്തെ ആരാധിച്ചു, തൻ്റെ ആഗ്രഹത്തെ ദൈവമായിട്ട് കണ്ടു. ഈ ഒരു ഷിർക്കിനെതിരെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരാടുന്നു. ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ സമരമാണ്, പോരാട്ടമാണ്. ഒന്ന് ആത്മീയ രംഗത്തുള്ള ഷിർക്ക്, രണ്ട് തൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ദുഷിച്ച വികാരങ്ങൾ, അതിനെതിരായ പോരാട്ടം. മൂന്നാമതായി മഹാനായ പ്രവാചകൻ നടത്തിയ ഒരു പോരാട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്തുള്ള, ഭരണ രംഗത്തുള്ള ഷിർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജന്മം കൊണ്ട നാട് ഇറാഖ്, അവിടുത്തെ ഊർ എന്ന് പറയുന്ന പട്ടണം. ആ രാജ്യത്തെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരാണ് നംറൂദ്. ഊർ നമ്മു എന്നതാണ് ശരിയായ പേര്, ഊറിൻ്റെ നാഥൻ.
അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിൻ്റെ ദൈവമാണ്, ദൈവസമാനമാണ്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണം, എനിക്കെതിരെ ആരും തിരിയാൻ പാടില്ല. അപ്പം ആ രാജ്യത്തിൻ്റെ അധിപനായിട്ട് ആ രാജ്യത്തുള്ള ആളുകൾ ഈ രാജാവിനെ അനുസരിച്ചുകൊണ്ട് അടിമകളെ പോലെ ജീവിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. ഇബ്രാഹിം നബിയോട് നമ്രൂദ് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, എൻ്റെ റബ്ബ്, എൻ്റെ നാഥൻ ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. സൂറത്ത് അൽ ബഖറയിലെ 258 ആയത്ത്, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, തൻ്റെ റബ്ബിനെ സംബന്ധിച്ച് ഇബ്രാഹീമിനോട് തർക്കിച്ച ആ ഒരു വ്യക്തിയെ താങ്കൾ കണ്ടുവോ? ഇബ്രാഹിം നബിയോട് ആരാണ് തർക്കിച്ചത്? നമ്രൂദാണ്. അൻആതാഹുല്ലാഹുൽ മുൽക, ആ വ്യക്തിക്ക് അല്ലാഹു അധികാരം നൽകിയിരുന്നു. അപ്പൊ ചോദിക്കുകയാണ്, നിന്റെ റബ്ബാരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. ഉടനെ നമ്രൂദ് 2 പേരെ കൊണ്ടുവരുന്നു. ഒരാളെ കൊല്ലുന്നു, ഒരാളെ ജീവിക്കാൻ വിടുന്നു. കണ്ടോ, എനിക്കും ഈ കഴിവുണ്ട്, ഞാനാണ് ജീവിപ്പിക്കുന്നവൻ, ഞാനാണ് മരിപ്പിക്കുന്നവൻ. അപ്പൊ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ നാട്ടിൽ ആരെങ്കിലും ജീവിക്കണോ, ആരെങ്കിലും മരിക്കണോ, അത് എൻ്റെ ആഗ്രഹപ്രകാരമാണ്. ഞാൻ ആഗ്രഹിക്കുന്നവർ ജീവിച്ചിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലപ്പെടും. കണ്ടില്ലേ, നിന്റെ ആ റബ്ബ് ഞാൻ തന്നെയാണ്, അതല്ലാതെ വേറെ റബ്ബ് നിനക്കില്ല എന്ന് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ തിരിച്ചു ചോദിക്കുന്നു, ഖാല ഇബ്രാഹിം ഇന്നല്ലാഹ യഅ്തി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എൻ്റെ റബ്ബ് കിഴക്ക് നിന്നാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്, പടിഞ്ഞാറ് അതിനെ അസ്തമിപ്പിക്കുന്നു. നിനക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിക്കൂ. അപ്പൊ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഫബുഹിതല്ലദീ കഫർ, ആ സത്യനിഷേധി ഉത്തരം മുട്ടി, തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഒരു സംവാദത്തെ, നമ്രൂദുമായി ബന്ധപ്പെട്ട ഈ സംവാദത്തെ അള്ളാഹു എടുത്തു വയ്ക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താണ് ബോധ്യപ്പെട്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹ ആരാധനയ്ക്കെതിരെ മാത്രം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല. ആത്മീയ രംഗത്ത് നടമാടിയ ശിർക്കിനെതിരെ മാത്രമല്ല അദ്ദേഹം ശബ്ദിച്ചത്. അഥവാ ശിർക്ക് എന്ന് പറയുന്നത് ആത്മീയ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തിന്മയല്ല, മറിച്ച് അത് സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് വ്യാപിച്ചു കിടക്കുന്ന സമഗ്രമായ ഒരു തിന്മയാണ്. ഇവിടെ നമ്രൂദുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലെ ശിർക്ക് ഏതാണ്? നമ്രൂദ് പറയുന്നു, നിയമം നിർമ്മിക്കാനുള്ള അധികാരം എനിക്കാണ്, ഈ രാജ്യത്തുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, ആര് ജീവിക്കണം, ആര് കൊല്ലപ്പെടണം, ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുക. എൻ്റെ തീരുമാനപ്രകാരം ഈ രാജ്യത്തുള്ള ജനങ്ങൾ ജീവിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് ആരുമൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കൊന്നുകളയും, അല്ലെങ്കിൽ നാടുകടത്തും. ഇതാണ് നമ്രൂദിന്റെ വാദം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി ചെന്നിട്ട് സധൈര്യം അദ്ദേഹവുമായിട്ട് സംവദിക്കുന്നു. നിനക്കല്ല അധികാരം, മനുഷ്യരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഏകനായ പടച്ചവന് മാത്രം. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വശം നിയമനിർമ്മാണ അധികാരമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണ്. ഈ രാജാവ് ഭരിക്കുന്ന രാജഭരണമുള്ള ഒരു പ്രദേശമാണെങ്കിൽ നിയമനിർമ്മാണ അധികാരം രാജാവിനാണ്. ഇനി ഏകാധിപതിയാണ് ഭരിക്കുന്നത് എങ്കിൽ നിയമനിർമ്മാണ അധികാരം ഏകാധിപതിക്കാണ്. ഇന്ന് ലോകത്തെ രാഷ്ട്രീയത്തെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിൽ പല രൂപത്തിലാണ്. ഒറ്റ ചോദ്യമാണ്, നിയമനിർമ്മാണ അധികാരം മനുഷ്യർക്കോ ദൈവത്തിനോ? വിശുദ്ധ ഖുർആനിലെ ആയത്ത് എടുത്തു പറഞ്ഞാൽ ഹാക്കിമിയ്യത്ത് എന്ന് പറയും. ഹാക്കിമിയ്യത്ത്, നിയമനിർമ്മാണ അധികാരം.
കൽപ്പനാധികാരം അള്ളാഹുവിനാണ്, നിയമനിർമ്മാണ അധികാരവും അള്ളാഹുവിനാണ്. മദ്യം ഹലാലാണോ ഹറാമാണോ ആര് തീരുമാനിക്കും? ഇന്ത്യൻ നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പാർലമെന്റാണ് ഭൂരിപക്ഷം തീരുമാനിക്കും. ഭൂരിപക്ഷം ആളുകൾ ഇത് ഈ രാജ്യത്ത് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ മദ്യം ഹലാലായി. വ്യഭിചാരം ഹലാലാണോ ഹറാമാണോ ഭൂരിപക്ഷം തീരുമാനിക്കും. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരം തിന്മകൾ നന്മകളായി മാറ്റപ്പെടുന്നു. അത് ഭൂരിപക്ഷ ആധിപത്യമാണ്. ഇതാണ് ഇന്ത്യൻ ഡെമോക്രസി. ലോകത്ത് ഇന്നുള്ള ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന്റെ ഒരു അപകടം അതാണ്. ഭൂരിപക്ഷം ആളുകൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം അത് നന്മ അല്ലെങ്കിൽ തിന്മ നന്മയായി മാറാം, തിരിച്ചുമാകാം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഭൂരിപക്ഷം എടുക്കുന്ന തീരുമാനമാണ്. ഇതാണ് നമ്രൂദിന്റെ കാലഘട്ടത്തിൽ ഇറാഖിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് അള്ളാഹു ഹാക്കിമിയത്ത് അഥവാ നിയമം നിർമ്മിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പരമാധികാരമുള്ളൂ. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത നിയമനിർമ്മാണ അധികാരം അള്ളാഹുവിന്. മറ്റുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതികളുടെ പ്രത്യേകത നിയമനിർമ്മാണ അധികാരം രാജാവിനോ ഏകാധിപതിക്കോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനോ അല്ലെങ്കിൽ ആ രാജ്യം മുന്നോട്ട് പോകുന്ന രീതിശാസ്ത്രം ഏതാണോ അതുമായി ബന്ധപ്പെട്ടോ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഐഡിയോളജിക്കോ ഒക്കെയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് അള്ളാഹുവിനാണ്. അപ്പൊ ഷിർക്കിന്റെ സമഗ്രതയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എല്ലാ രംഗത്തുമുള്ള ഷിർക്കിനെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരാടുന്നു. അത് ആത്മീയ രംഗത്ത് മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഇച്ഛയുമായി ബന്ധപ്പെട്ട ഷിർക്ക്, രാഷ്ട്രീയ രംഗത്തെ സമഗ്രമായി പരന്നു കിടക്കുന്ന വ്യാപിച്ചു കിടക്കുന്ന ഷിർക്ക്. ഇനി നിങ്ങൾ ഈ ലോകത്തിലേക്ക് വരിക, ഈ കാലഘട്ടത്തിലേക്ക് വരിക. ഈ കാലഘട്ടത്തിലും ഷിർക്കിന്റെ വ്യാപ്തി നമുക്കറിയാം. ഈ പറയപ്പെട്ട 3 തരം ഷിർക്കുമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഒന്ന്, ആത്മീയ രംഗത്തെ ഷിർക്ക്. എവിടെ നോക്കിയാലും വിഗ്രഹാരാധനയുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെയുണ്ട്. ഖബറ് കെട്ടിപ്പൊക്കി ആരാധിക്കുന്ന ഉറൂസുകളായിട്ടുണ്ട്. പല രൂപത്തിൽ ഷിർക്കൻ ആചാരങ്ങൾ ഈ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറയാൻ അർഹതയില്ലാത്ത സമുദായമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷിർക്കിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ ഒരു പ്രവാചകനാണ്. അങ്ങനെ പോരാടിയതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഞാൻ ഓതിവെച്ച ആയത്താണ്. ഖാലു, ആ ജനം പറഞ്ഞു, ഹർരിഖൂഹു, അദ്ദേഹത്തെ കത്തിച്ചു കളയൂ. ജനം കൊടുത്ത മറുപടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷിർക്കിനെതിരെ ശബ്ദിച്ചു. അപ്പൊ ജനം പറയുന്നു, ഖാലു, ജനം പറഞ്ഞു, ഹർരിഖൂഹു, അദ്ദേഹത്തെ കരിച്ചു കളയൂ. വൻസുറു ആലിഹതകും, നിങ്ങളുടെ വിഗ്രഹങ്ങളെ സംരക്ഷിക്കൂ. ഇൻ കുന്തും ഫാഇലീൻ, അപ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റൂ. ഇത് ജനം കൊടുത്ത മറുപടിയാണ്. ഇങ്ങനെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട ഒരു പ്രവാചകൻ, ഷിർക്കുമായി ബന്ധപ്പെട്ട് കൊടിയ മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ചാണ് ഞാനിവിടെ ഖുതുബയുടെ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പേര് പറയാതെ സ്വലാത്തില്ല. 5 നേരത്തെ നമസ്കാരത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം ഒരു വിശ്വാസിക്കില്ല. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബിയെ അനുസ്മരിക്കുന്നു. ആ ഇബ്രാഹിം നബിയെ മാതൃകയായി സ്വീകരിക്കുന്ന മുസ്ലിം സമുദായം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ഷിർക്കുകളുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിക്കേണ്ടതാണ്. ഒരിക്കലും അവർക്ക് അർഹതയില്ല ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം അദ്ദേഹത്തെ പ്രവാചകനാണ് ഞങ്ങളുടെ എന്ന് പറയാൻ. വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിം നബിയുടെ മാതൃകയെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മാതൃക. അത് ഈ മുസ്ലിം സമുദായം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അദ്ദേഹത്തെ പഠിക്കേണ്ടതാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞു, നമ്മുടെ ഇച്ഛയ്ക്കെതിരായ പോരാട്ടം. ഇത് ആരും കാണാത്ത ഒരു വിഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു,
അദ്ദേഹത്തിൻ്റെ പുറകിൽ മറ്റൊരാൾ ഇങ്ങനെ വരുന്നു. ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഞാനാണ് നമസ്കരിക്കുന്ന വ്യക്തിയെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ പുറകിൽ ഒരാളുണ്ട്, അപ്പോൾ കുറച്ചുകൂടി നമസ്കാരത്തെ ഞാൻ ഭംഗിയാക്കുന്നു. ശരിക്കും നമസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണല്ലോ. പക്ഷേ എൻ്റെ പുറകിൽ ഒരാളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ നമസ്കാരത്തിൽ ഞാൻ കുറച്ചുകൂടി ഭംഗി വരുത്തുന്നുവെങ്കിൽ ദാലിക ശിർക്കുൽ ഖഫീ, അത് അവ്യക്തമായ ഒരു ശിർക്കാണ്. അവ്യക്തമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അത് കാണാൻ കഴിയില്ല. ആ നിൽക്കുന്ന വ്യക്തി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ കണ്ണിൽ ആ വ്യക്തി ചെയ്യുന്നത് ശിർക്കാണ്. മറ്റാരും കാണാത്ത മറഞ്ഞിരിക്കുന്ന ഒരു ശിർക്കാണത്. നമുക്കൊക്കെ ഒരുപക്ഷെ അനുഭവം ഉണ്ടാകും. നമ്മുടെ പുറകിൽ ഒരാൾ വരുമ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടി ഭംഗിയാക്കാനൊക്കെ ശ്രമിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം മറഞ്ഞിരിക്കുന്ന ശിർക്ക്, അതാണ് ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ. എൻ്റെ ആഗ്രഹത്തിനൊത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അസൂയ ഉണ്ടാവുക, അങ്ങനെ ജീവിക്കുമ്പോഴാണ് പകയുണ്ടാവുക. ഇങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തിന്മകളെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ എല്ലാ തിന്മകളുടെയും വിത്ത് എന്ന് പറയുന്നത് ശിർക്കാണ്. എല്ലാ തിന്മകളുടെയും വേര് എന്ന് പറയുന്നത് ഈ ശിർക്കാണ്. അപ്പൊ യഥാർത്ഥ തൗഹീദിലേക്ക് എത്തിയില്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകും. അതേപോലെ അസൂയ പോലെ, കോപം പോലെ ഏതു തരം തിന്മകളുണ്ടോ ആ തിന്മകളുടെ അടിവേര് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. ആ തിന്മകളെ സംബന്ധിച്ച് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ വേര് കിടക്കുന്നത് ബഹുദൈവത്വം അല്ലെങ്കിൽ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ ശിർക്കിനെ കരുതിയിരിക്കണം. അത് അപകടകരമായ ഒരു ഐഡിയോളജിയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. തൗഹീദാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. അവൻ്റെ ഉള്ളിലുള്ള സകലമാന തിന്മകളെയും തകർത്തെറിഞ്ഞ് യഥാർത്ഥ മനുഷ്യനാക്കി അവനെ മാറ്റുന്നതും തൗഹീദാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വരുന്നുണ്ട്. ഇറാഖിൽ നിന്ന് മക്ക വരെ എത്ര ദൂരമാണ്. അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്, അദ്ദേഹം ഫലസ്തീൻ അവിടേക്ക് പോകുന്നുണ്ട്. ലോകം അന്ന് മനുഷ്യർ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ചെന്നെത്തി. എന്തിനാ അദ്ദേഹം പോയത്? ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ തൗഹീദ്, ഏകദൈവത്വം മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 3 തരം ശിർക്കുകളെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് ജാഗ്രത വേണം. അതിലൊന്ന് മതരംഗത്തെ, ആത്മീയ രംഗത്തെ ശിർക്കാണ്. 2 ദേഹേച്ഛയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മൂന്നാമത്തേത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ശിർക്കാണ്. ഈ 3 തരം ശിർക്കും ഇന്ന് ലോകത്ത് ശക്തമാണ്, പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അതിനെതിരായ സമരവും പ്രബോധനവും അതൊക്കെ തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ബാധ്യതയും അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 തരം ശിർക്കുകളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിന്ന് മരണം വരെ ജീവിക്കാൻ തൗഫീഖ് ചെയ്ത് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു കാന ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലോകം വലിയ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ മീഡിയകൾ വഴി നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു ദർശനമാണ് ഇസ്ലാം. അത് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടേയില്ല. പക്ഷേ അക്രമത്തിനും അനീതിക്കുമെതിരെ വാളെടുക്കാൻ, ആയുധമെടുക്കാൻ അത് പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും സമാധാനം അതിൻ്റെ പ്രത്യേകതയല്ല. സമാധാനത്തെ സ്ഥാപിക്കുക വഞ്ചകരായ, ചൂഷകരായ മനുഷ്യ സമൂഹത്തിൽ നിന്ന് മറ്റു മനുഷ്യരെ രക്ഷപ്പെടുത്തുക, അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തെ അവർക്ക് സ്വാതന്ത്ര്യവും വിമോചനവും സമ്മാനിക്കുക, അതിനുവേണ്ടി ആയുധമെടുക്കാൻ അതിശക്തമായ കൽപ്പന വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുമുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. സത്യത്തിൻ്റെ വക്താക്കൾക്ക് വിജയം ലഭിക്കാനായി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. മർദ്ദിതരായ ജനസമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനായി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. നീതിയുടെ പക്ഷം വിജയിക്കാനായി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏതൊരു പക്ഷത്തായിരുന്നു? യുദ്ധ സാമഗ്രികൾ, സന്നാഹങ്ങൾ എന്നു വേണ്ട യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാം ഏതൊരു പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്? അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് സത്യത്തിനും നീതിക്കും വിജയം ലഭിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ട പ്രത്യേകമായ സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ പക്ഷത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മർദ്ദിതരായ, പീഡിതരായ ജനസമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമികളായ, കുതന്ത്രശാലികളായ, യുദ്ധകുതിയന്മാരായ മനുഷ്യ സമൂഹത്തിൽ തിന്മ പടർത്തി അധികാരത്തെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരായ എല്ലാ ജനസമൂഹങ്ങളെയും അള്ളാഹു പരമ കാരുണ്യവാനായ പടച്ചവൻ പരാജയപ്പെടുത്തുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار. اللهم حوالينا ولا علينا. اللهم حوالينا ولا علينا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.